എല്ലാവർക്കും അമ്മൂസ് കളക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പായിട്ട് കണ്ടേക്കുന്ന കൂടുതലും ബഡ്ജറ്റഡ് സാരീസ് ആണ്, ഡെയിലി വെയറിന് പറ്റിയ സാരീസ് ആണ് ഞാൻ കൂടുതലും കാണിച്ചിരിക്കുന്നത്. അതിൽ ഇടയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് പാർട്ടി വെയർ സാരീസ് ഒക്കെ ആയിട്ട് സിൽക്ക് സാരീസിൽ എംബ്രോയിഡറി ചെയ്ത് അല്ലെങ്കിൽ ഓർഗൻസയിൽ ഹെവി എംബ്രോയിഡറി ചെയ്ത് ഷാഡോ വർക്ക് ഒക്കെ ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ താഴെ കുറെ കമന്റ്സ് വരുന്നുണ്ട്, ഇതുപോലത്തെ ഇനിയും വീഡിയോ കാണിക്കണം, അല്ലെങ്കിൽ സിൽക്ക് സാരിയിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയലിൽ ഇന്ന വർക്ക് മാത്രം ചെയ്യാമോളൂ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാരീസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇന്ന് രണ്ട് സിൽക്ക് സാരീസ് ആണ് കാണിക്കുന്നത്. ഒന്ന് പ്യുവർ ടെസ സിൽക്കും ഒന്ന് പ്യുവർ കാഞ്ചീപുരം സാരിയുമാണ്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പൊ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പണ്ട് കാലത്തൊക്കെ സാരി മേടിക്കുവാണെങ്കിൽ ഒരു കാഞ്ചീപുരം സാരി മേടിച്ചിട്ട് അത് ഉടുത്തുകൊണ്ടാണ് നമ്മൾ കല്യാണങ്ങൾക്ക് പോകാറ്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഈ ഒരു കാഞ്ചീപുരം സാരി മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ഹെവി സ്റ്റോൺ വർക്ക് അല്ലെങ്കിൽ സർദോസി വർക്ക്, അതും അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുക, അതൊക്കെ നല്ലോണം ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി ചെയ്ത സാരീസ് ഒക്കെയാണ് നമ്മൾ ഇപ്പൊ കല്യാണങ്ങൾക്ക് എല്ലാവരും ഉടുത്ത് കാണുന്നത്. അത് കാഞ്ചീപുരം ആവാം, അല്ലെങ്കിൽ ജൂട്ട് സിൽക്ക് ആവാം, ടെസ സിൽക്ക് ആവാം, അതിൻ്റെ അകത്തൊക്കെ നല്ല സാരി മേടിച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് അതൊരു ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു സാരിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്യുവർ പ്ലെയിൻ ടെസ സിൽക്ക് മേടിച്ചിട്ട് അതിൻ്റെ അത് നല്ലപോലെ എംബ്രോയിഡറി ചെയ്ത ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത സാരിയാണ്. അപ്പം അതെങ്ങനെയാണ് എവിടേക്കാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമ്മുടെ ആദ്യത്തെ സാരി തന്നെ പ്യുവർ ടെസ സിൽക്ക് ആണ്. ടെസ സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, അതിന് തന്നെ ഒരു നല്ല റേറ്റ് വരും. നമ്മളിപ്പം ശ്രീമാട്ടി, ജയലക്ഷ്മി അങ്ങനത്തെയുള്ള വലിയ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ മീറ്ററിന് തന്നെ 800 rupees ഒക്കെയാണ് ടെസ സിൽക്കിന് വരുന്നത്, പെർ മീറ്ററിന് വരെ. അത് ഒരേ കടകൾ വെച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ടെസ സിൽക്കിന് തന്നെ പല ക്വാളിറ്റി ഉണ്ട്. കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ടെസ സിൽക്കും ഉണ്ട്, കൂടിയ ക്വാളിറ്റിയിലുള്ള ടെസ സിൽക്കും ഉണ്ട്. ഞാനിപ്പോൾ പറയുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ടെസ സിൽക്കാണ്. അതിന് മീറ്ററിന് 800 rupeesനാണ് ഞാൻ മേടിച്ചത്. അത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് മേടിച്ചത്. ബ്ലൗസ് പീസും ആ സെയിം കളർ പ്ലെയിൻ ടെസ സിൽക്ക് തന്നെയാണ്, കോൺട്രാസ്റ്റ് കളേഴ്സ് ഒന്നും അല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാരീൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ ഒരു ബ്ലാക്ക് ടെസ സിൽക്കാണ്. അപ്പം ഇതൊരു പാർട്ടി വെയർ ആയിട്ട് മാറ്റാനായിരുന്നു കസ്റ്റമർ. ഇന്ന് ഞാൻ കാണിക്കുന്ന രണ്ടും കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞേച്ചാൽ മതി, അതുപോലെ ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്, ടെസ സിൽക്ക് സാരി വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് മുന്താണിയിൽ 3 പീകോക്ക് ഡിസൈൻ ആണ് ഉള്ളത്. ഒരു അത്യാവശ്യം വലിയ പീകോക്ക് ഡിസൈൻ ആണ്. അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളർ ത്രെഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന് ഒരു കളറ്, ഇത് പീകോക്കിന്റെ ഫെദറിന് തന്നെ പല കളറാണ്. ലൈറ്റ് ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്, മസ്റ്റർഡ് യെല്ലോ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്. ഇത്രയും കളേഴ്സ് ആണ് പീകോക്കിന്റെ ഫെദേഴ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ പീകോക്കിന്റെ ബോഡിക്ക് വേറൊരു കളർ ബ്ലൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ണിന് വൈറ്റ് കളർ കൊടുത്തിട്ട് നടുക്ക് ഒരു ഫ്രഞ്ച് നോട്ട്, ബ്ലാക്ക് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് എല്ലാം ലേസി ഡേസി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്റ്റെം സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും യൂസ് ചെയ്താണ് ഫെദേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫുൾ പീകോക്ക് തയ്ച്ചിരിക്കുന്നത്. നല്ല ബ്ലാക്കിലായതുകൊണ്ട് തന്നെ ഇത്രയും കളർ കോമ്പിനേഷനും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയിൽ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം മുന്താണിയിൽ ഇങ്ങനെ അഴിച്ചിടാനുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫുൾ സാരി ഒരു പാർട്ടിക്ക് പോകുമ്പം ലൂസായിട്ട് ഇടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ടാസിൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. മുന്താണിയുടെ അറ്റത്ത് ടാസിൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതും നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ടാസിൽസ് ഉണ്ടായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ. അപ്പോൾ ഇത് മെഷീനിൽ അടിച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ടാസിൽസ് ഒരു 20 to 23 ടാസിൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മുന്താണിയിൽ 3 ഡിസൈനാണ് വരുന്നത്. പിന്നെ ഈ ഡിസൈനിങ് കഴിഞ്ഞിട്ട് മുന്താണിയിൽ ഞാൻ പറഞ്ഞു ഇത് പാർട്ടി വെയർ ആണ്, അഴിച്ചിടുവാന്ന്. അപ്പോൾ 3 ലെയർ ഇതുപോലെ ഫെദേഴ്സ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മുന്താണി വരുന്നത്. ഇതുപോലെ 3 ലെയർ ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മയിൽപീലികൾ ഓരോന്നായിട്ട് 3 ലെയർ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കാരണം ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഗ്രീൻ കളർ കുറവും ഇതിൻ്റെ ഈ നടുക്കത്തെ പോർഷൻ വലുതുമായിട്ട് ആയതുകൊണ്ട് ആ കളർ കോമ്പിനേഷൻസ് വന്നായിരുന്നു നല്ലോണം
പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇത് അഴിച്ചിടുന്ന കാരണം ഇതിൻ്റെ രണ്ട് സൈഡിലും ചെസ്റ്റ് പോർഷനിലും അതുപോലെ തന്നെ ഷോൾഡർ പ്ലീറ്റ്സിൻ്റെ അവിടെയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് പോർഷനിൽ ഒരു പീക്കോക്ക്, ഇതുപോലെ ഒരു പീക്കോക്ക് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അഴിച്ചിടുമ്പോൾ കാണാനായിട്ട് ഈ ബോഡി പോർഷനിലും ഇതുപോലെ തന്നെ മയിൽപ്പീലികൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും അഴിച്ചിടുവാന്ന് പറഞ്ഞാലും ചുമ്മാ എടുത്ത് വെറുതെ ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഇതുമാതിരി സാരി ഇങ്ങനെയാണ് വരുന്നത്. ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ വരും, ഒരു പീക്കോക്ക് ഡിസൈൻ ഇതുപോലെ വരും. പിന്നെ ചിലവർ കാണുന്നുണ്ട് ഇങ്ങനെ വെറുതെ എടുത്ത് ഇങ്ങനെ വെക്കും, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. ഞെറിഞ്ഞു കുത്തുകയല്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ അഴിച്ചിടുവാണോ എന്ന് ചോദിച്ചാൽ അഴിച്ചിടുവല്ല, ഞെറിഞ്ഞു കുത്തുവാണോ എന്ന് ചോദിച്ചാൽ ഞെറിഞ്ഞു കുത്തുവല്ല, ആ ഒരു രീതിയിൽ. അപ്പം അങ്ങനെ വെക്കുമ്പം ഇവിടുത്തെ പീക്കോക്ക് ഡിസൈനും കാണും. ആ രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇൻ കേസ് അങ്ങനെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ അഴിച്ചിടുവാണെങ്കിൽ ഈ ഫെദേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് തയ്ച്ചിരിക്കുന്ന ഫെദേഴ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇരിക്കത്തില്ല. ഇവിടെ ഒരു പീക്കോക്കും ഈ ഇൻഡിവിജ്വൽ മയിൽപ്പീലികളും ഉണ്ടാകും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫുൾ ബോർഡറും, ഈ സാരിയുടെ ഫുൾ ബോർഡറിലും ഇതുപോലെ മയിൽപ്പീലികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓരോ മയിൽപ്പീലികൾ വെച്ച് തയ്ച്ചേക്കുവാണ് ഈ ഫുൾ സാരിയിലും. അത് കഴിഞ്ഞിട്ട് പ്ലീറ്റ്സിലോട്ട് വരുമ്പോൾ, പ്ലീറ്റ്സിൻ്റെ അവിടെ ആകുമ്പോൾ 3 ലെയറാണ് തയ്ച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 12 ഇഞ്ച് അതിൽ മേലിലുണ്ട് ഹൈറ്റിലാണ് ഇത് മയിൽപ്പീലികൾ തയ്ച്ചേക്കുന്നത് പ്ലീറ്റ്സിൽ. അപ്പം ഒരെണ്ണം ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. 2 ഡയറക്ഷനിലും ആയിട്ടാണ് നമ്മൾ. ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ അടുത്ത ലെയർ ഇങ്ങോട്ടായിരിക്കും, അടുത്ത ലെയർ ഇങ്ങനെ. അങ്ങനെ 3 ലെയറാണ് പ്ലീറ്റ്സിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുമ്പോഴും നല്ല ഭംഗിയിൽ വർക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ ഒരു പീക്കോക്ക് ഡിസൈൻ ഉണ്ട് വലുത്. പിന്നെ ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിൽ പീക്കോക്ക് ഇല്ല, പക്ഷേ ഈ മയിൽപ്പീലികൾ, ഇൻഡിവിജ്വൽ മയിൽപ്പീലികൾ നമ്മൾ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക്. ഇങ്ങനെയാണ് മൊത്തത്തിൽ ഈ സാരി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ലോണം വർക്കുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത്രയും നൂലുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. നല്ല ബുദ്ധിമുട്ടുണ്ട്, കുറേ സമയവും എടുക്കും ഇത് തയ്ച്ച് തീരാനായിട്ട്. അതിൻ്റെ ഒരു കാണാനുമുണ്ട്. ഇത് ഇത്രയും തയ്ച്ച് നമ്മൾ ബുദ്ധിമുട്ടി തയ്ച്ചാലും കുഴപ്പമില്ല, നമ്മളൊരു പാർട്ടിക്ക് ഉടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ ഉള്ള ഒരു നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ നമുക്ക് കിട്ടും. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു വിത്ത് ബ്ലൗസ് പീസാണ് ഇതിനുള്ളതെന്ന്. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവിലും സെയിം കളർ ബ്ലൗസ് പീസാണ്. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവിലും ഇത് സ്ലീവാണ് വരുന്നത്, ഈ കൈ വെട്ടുന്ന പോർഷനാണിത്. അപ്പോൾ ആ 2 സ്ലീവിലും ഇതുപോലത്തെ ഈ ഒരു നല്ല വലിയ പീക്കോക്ക് ഡിസൈനാണ്. അപ്പോൾ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്തും നമ്മുടെ കൈയുടെ ഫുള്ളും ഇതുപോലത്തെ ഒരു പീക്കോക്ക് ഡിസൈൻ വരും, ഫെദർ ഡിസൈൻ വരും. അങ്ങനെയാണ്. അതുപോലെ തന്നെ കയ്യിൽ മാത്രമല്ല വർക്കുള്ള, സ്ലീവിൻ്റെ എന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലും വർക്ക് ഉണ്ട്. അതൊരു കുഞ്ഞു മയിലാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു മയിൽ നമ്മൾ ബാക്ക് പോർഷനിൽ ഇതാണ് കഴുത്തിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡ് ബാക്ക് സൈഡാണ് ഇത് വരുന്നത്. ഒരു കുഞ്ഞു പീക്കോക്ക് ഡിസൈനും അവിടെ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. എല്ലായിടത്തും മയിലിൻ്റെ ഒരു എഫക്റ്റുള്ള ഒരു സാരിയാണ്. ടെസർ സിൽക്കാണ്, പ്യുവർ ടെസർ സിൽക്കാണ്, ബ്ലാക്ക് ആണ് സാരിയുടെ കളർ. അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ പ്യുവർ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, ചിലപ്പോൾ ഒരു കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. പ്യുവർ ബ്ലാക്ക് സാരി ആട്ടോ ടെസർ സിൽക്കിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. സിൽക്ക് സാരിയിൽ സിൽക്ക് ത്രെഡ് ഇട്ട് മാത്രമേ തയ്ക്കാമുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ നേരെപാടിനെ നോക്കുകയാണ്, അയൺ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് അയൺ ചെയ്യുക. ഈ ത്രെഡിൻ്റെ മേളിൽ കൂടെയൊക്കെ അയൺ ചെയ്യാണ്ട് മറുവശം ഇട്ട് അയണൊക്കെ ചെയ്താൽ കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. ഒരു ഫിനിഷിങ്ങിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ത്രെഡിൻ്റെ കളർ ഫെയ്ഡായി പോകും എന്നൊന്നും കുഴപ്പങ്ങൾ ഉണ്ടാവത്തില്ല. ഇത് ഞാൻ പറഞ്ഞു പാർട്ടി വെയർ ആണ്, ഹൈലി ബഡ്ജറ്റഡ് സാരിയാണ്. ഇതിൻ്റെ സാരിക്ക് മെറ്റീരിയൽ കോസ്റ്റ് തന്നെ ഒരു 5000+ വരും. മെറ്റീരിയൽ കോസ്റ്റ് തന്നെ എംബ്രോയിഡറി എല്ലാം കൂടെ കഴിയുമ്പോൾ ഇതൊരു 16 to 17 റേഞ്ചിലാണ് ഈ ഒരു സാരി വരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് പറഞ്ഞേച്ചാൽ മതി. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. ഇനി നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം.
അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സാരി പ്യുവർ കാഞ്ചീപുരം സാരിയാണ്. കാഞ്ചീപുരം സാരിയിനകത്ത് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതും ഫുൾ ബോർഡറിൽ കൂടെ ഉള്ളൂ, ബോഡി പോർഷനിൽ വർക്കില്ല. രണ്ട് സൈഡിലത്തെ ബോർഡർ, ആ ബോർഡർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഈ കാണില്ലാത്ത സൈഡിന്റെ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്ന പോർഷൻ വരെ ആട്ടോ വർക്കുള്ളൂ. അപ്പൊ ഇത് ഒരു കസ്റ്റമർ എനിക്ക് സാരി ഇങ്ങോട്ടേക്ക് അയച്ചു തന്നതാ, കാഞ്ചീപുരം സാരി അവർ മേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പ്ലെയിൻ സാരി അയച്ചു തന്നിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ, ലൈറ്റ് ബ്രൗണും ഓറഞ്ചും കൂടെ ഷെയ്ഡ് കലർന്ന ഒരു കളറാണ്. ഇപ്പൊ ഇങ്ങനെ ചെങ്കലിന്റെ കളർ എന്നൊക്കെ പറയില്ല, അതിലും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ ആ ഷെയ്ഡിൻ്റെ അകത്ത് നമുക്ക് ഏത് കളർ ത്രെഡ് ഇട്ടാലാണ് ഭംഗി കൂടുന്നതെന്ന് നോക്കിയിട്ട് കുറേ നേരം ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഇത് ടാസിൽസ് ഇവർ തന്നെ കെട്ടി വെച്ചേക്കാം, ടാസിൽസ് അല്ല കെട്ടി വെച്ചിരിക്കുന്നതാണ് സിൽക്ക് സാരി. അപ്പൊ അതിൻ്റെ കെട്ടിൻ്റെ സൈഡിൽ നോക്കിക്കേ, ഈ ഒരു പിങ്ക് ഷെയ്ഡ് കളർ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. ഇത് നൂലിൻ്റെ കളർ, ആ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു എംബ്രോയിഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു സാരിക്ക് ത്രെഡ് സെലക്ഷൻ നടത്തിയിരുന്നത്, ഞാൻ പറഞ്ഞു തരുകയത്. അപ്പോൾ നമുക്കൊരു സാരി കിട്ടി അതിൽ ഏത് കളർ ചേരും എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ പാട്. പിന്നെ ഡിസൈനിങ് സെലക്ടിങ്, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ പാട്. തയ്ക്കിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ രണ്ട് കാര്യങ്ങളാണ്, ഏത് ഡിസൈൻ, അതുപോലെ തന്നെ എവിടെയൊക്കെ തയ്ക്കണം, ഏത് കളറും കൊണ്ട് തയ്ക്കണം. ഇതാണ് നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ സാരി. ഇത് വളരെ മിനിമം ആയിട്ടാണ് ചെയ്തിട്ടുള്ളൂ, ഒത്തിരി ഹൈലി ബഡ്ജറ്റഡ് സാരി അല്ല. ഈ സാരിക്ക് തന്നെ അറൗണ്ട് 6000 റുപ്പീസിൻ്റെ സാരിയാണ് ഈ സാരി. അപ്പോൾ ഈ സാരിയുടെ അകത്ത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഫുൾ ബോർഡറിൽ ഇതുവരെ ഡിസൈനിങ് ആയിട്ട് പോയിരിക്കുകയാണ്. ഇത് മൾട്ടി കളർ ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ലീവ്സ് നോർമൽ ത്രെഡ്, ആങ്കർ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, മൾട്ടി കളറൊന്നും അല്ല. നടുക്ക് ഒരു റെഡ് കളർ, ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കളർ വെച്ചിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ടും തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് ഒരു ഡിസൈൻ. നമ്മുടെ ഈ ഒരു പാറ്റേൺ നമുക്ക് 16 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് തയ്ച്ചിരിക്കുന്നത്. 16 നമ്പേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് തയ്ച്ചിരിക്കുന്നത്. അപ്പം നമ്മളിത് തയ്ക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പൂങ്കോല പോലെ വരുന്നത് ഇങ്ങനെ വരച്ച് പോവുകയാണെങ്കിൽ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് പോവുകയാണെങ്കിൽ ഫ്രണ്ടിൽ എത്തുമ്പം അത് പൂങ്കോല താഴത്തോട്ടായിട്ട് തലയും കുത്തിയാണ് വരുന്നത്. അപ്പം അതൊരു പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ കാലിൻ്റെ പോർഷനിൽ നിന്ന് താഴത്തു നിന്നാണ് വരച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ തലയും കുത്തി വന്നാലും കുഴപ്പമില്ല, ഫ്രണ്ടിൽ നോക്കുമ്പം നേരെ ആയിരുന്നില്ലെങ്കിൽ അതൊരു വൃത്തികേടാകും. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ബോർഡറിൽ ഇതുപോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് ഇതുപോലെ ഫുൾ സാരിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ കഴിഞ്ഞ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പം അതുപോലെയാണ് നമ്മൾ തയ്ച്ചു പോയിരിക്കുന്നത്. ഫുൾ സാരിയിലും ഇങ്ങനെ ഡിസൈനിങ് പൊക്കോണ്ടിരിക്കുക, പ്ലീറ്റ്സിൻ്റെ അവിടെയും എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഡിസൈനിങ് പൊക്കോണ്ടിരിക്കുക. ഇപ്പുറത്തെ സൈഡിലും അതെ, ഞാൻ നേരത്തെ കാണിച്ച പോലെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ചെസ്റ്റിൻ്റെ അവിടം വരെ, ചെസ്റ്റിൽ വളഞ്ഞു പോകുന്ന ആ ഒരു പോർഷൻ വരെ ഇപ്പുറത്തെ സൈഡിലും വർക്ക് ഉണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് തന്നെയാണ്. ബ്ലൗസ് പീസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. ഇത് പ്ലെയിൻ സെയിം കളർ ബ്ലൗസ് പീസ് തന്നെയാണ്, അതിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. അത് കസ്റ്റമർ ചോയ്സിന് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നതാണ്, കസ്റ്റമർ പറയുന്ന മാതിരി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കസ്റ്റമർ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വേണമെങ്കിൽ അയച്ചു തന്നാലും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതല്ല ഞാൻ മേടിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത് രണ്ടുമാണ് ഇന്നത്തെ സാരി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സാരീസും ഇഷ്ടപ്പെട്ടു, ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.